വിഭാഗം സൂഫിസമാണ് ഇന്ന് ലോകത്തറിയപ്പെടുന്നത്. എന്നാൽ നാം കാണുന്ന സൂഫിസവും ഇസ്ലാം പ്രതിധ്വാനിക്കുന്ന സൂഫിസവും യഥാർത്ഥ രീതിയിലാണോ എന്ന് بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين والفائزين برضا الله أما بعد يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, സൂഫി പാത ആത്മീയ വാട്സപ്പ് കൂട്ടായ്മ ആത്മീയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വിഷയം തസവ്വുഫിനെ കുറിച്ച്, അതായത് സൂഫിസത്തെ കുറിച്ച് ചെറിയൊരു പരാമർശം. അല്ലാഹു സുബ്ഹാനഹു വ തആല യാഥാർത്ഥ്യം മനസ്സിലാക്കാനും ജീവിതത്തിൽ അനുവർത്തിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്താണ് തസവ്വുഫ്? എന്താണ് സൂഫിസം? ഇസ്ലാമിക പ്രാമാണികം എന്ത് മാനദണ്ഡമാണ് അതെനിക്ക് വെച്ചിട്ടുള്ളത്? ഇന്ന് ലോകത്ത് അധികവും സൂഫിസത്തെ കുറിച്ചുകൊണ്ട് തെറ്റായ ഒരു ധാരണ നാം കേൾക്കുകയാണ് അധികവും ചെയ്യുന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇമാമിയങ്ങളുടെ ഉദ്ധരണികളിലേക്കൊന്ന് പോയി ചെറുതായ രീതിയിൽ നമുക്ക് തസവ്വുഫിനെ കുറിച്ച് പരിചയപ്പെടാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റഹ്മഹുല്ലാഹ് തന്റെ ശറഹുൽ റിസാലത്തുൽ ഖുശൈരി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 7-ാം വോള്യം 12-ാമത്തെ പേജിൽ പ്രതിപാദിക്കുന്നതായിട്ട് കാണാം. മഹാനവർകൾ പറയുകയാണ്, സൂഫിസം തസവ്വുഫ് എന്ന് പറഞ്ഞാൽ ഇൽമുൻ, അതൊരു അറിവാണ്, അതൊരു നോളജാണ്. ശാരീരികമായിരിക്കുന്ന അവസ്ഥകളെ അതൊരു തസ്കിയത്ത് ചെയ്യുന്ന ഒരു വിഷയത്തെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു ഇൽമ്, ഒരു അറിവാണ് സൂഫിസം. ശാശ്വതമായിരിക്കുന്ന വിജയത്തിന് നിന്റെ ഉള്ളും പുറവും അത് നന്നാക്കിയെടുക്കുക എന്നതാണ് ഈ സൂഫിസം എന്നതുകൊണ്ട് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. ഒരുപാട് വ്യത്യസ്ത മീനിങ് തന്നെ തസവ്വുഫിനേക്ക് ഇമാമിയങ്ങൾ കൊടുത്തിട്ടുണ്ട്. കശ്ഫുൽ ളുനൂൻ എന്ന് പറയുന്ന ഒരു കിതാബിൽ 1-ാം വോള്യം 413-14 പേജുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പറഞ്ഞു വന്നത്, ഈമാനീയമായിരിക്കുന്ന ഒരു നൂറാനിയത്ത് നിന്റെ ഖൽബിൽ വേണമെങ്കിൽ ഇലാഹീനെ കുറിച്ചും ഇലാഹിയായിരിക്കുന്ന ആ ഒരു പാതിയിലേക്കും നീ സഞ്ചരിക്കേണ്ടതുണ്ട്. ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന സൂഫിസം എന്നത് 12 വിഭാഗമാണ്. 12 വിഭാഗം സൂഫിസമാണ് ഇന്ന് ലോകത്ത് അറിയപ്പെടുന്നത്. എന്നാൽ നാം കാണുന്ന സൂഫിസവും ഇസ്ലാം പ്രതിധ്വാനിക്കുന്ന സൂഫിസവും യഥാർത്ഥ രീതിയിലാണോ എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഇമാമിയങ്ങൾ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം, സൂഫിസം ഇന്ന് ലോകത്ത് അറിയപ്പെടുന്നത് 12 വിഭാഗമായിട്ടാണ്. അൽ അവ്വലു, ഒന്നാമത്തെ വിഭാഗം, ഇമാമുന അഹ്മദു സുറൂഖ് റഹ്മഹുല്ലാഹ് തന്റെ ഖവായിദു തസവ്വുഫ് എന്ന് പറയുന്ന കിതാബിൽ ഈ വിഷയം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചതായിട്ട് കാണാം. അതുപോലെ തന്നെ മഹാനവരുടെ മറ്റൊരു കിതാബാണ് കശ്ഫുൽ ളുനൂൻ, അവിടെയും ഈ വിഷയം പ്രതിപാദിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ 12 വിഭാഗം ആരൊക്കെയാണ്? ഒന്ന് അസ്സിന്നിയൂൻ. സിന്നിയൂൻ എന്ന് പറയുന്ന സൂഫിസത്തിലെ പ്രധാനികളായിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ. ആരാണ്? വഹും, അവർ അല്ലദീന അഖ്വാലുഹും വഅഫ്ആലുഹും മുവാഫിഖത്തുൻ ലിശരീഅതി ജമീഅ, പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിന്റെ റൂൾസുകൾ, ആ റൂൾസുകൾ ഇവരുടെ പ്രവർത്തനങ്ങളും ഇവരുടേതായിരിക്കുന്ന വചനങ്ങളും മുഴുവനും യോജിച്ച് മാത്രമാണ് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ ശരീഅത്തിനേക്ക് എതിരായിട്ട് ഇവർ ഒരു കാര്യം സംസാരിക്കുകയോ ഇവരല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രവർത്തനത്തിൽ ഉണ്ടാവുകയോ ചെയ്യില്ല. ഒഹും, അവർ ആരാണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅ, അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഹ്ലുകാർ. എന്നാൽ വൽ ബവാഖിൽ ബിദ്ഈയൂൻ, ബാക്കിയുള്ള 11 വിഭാഗം സൂഫികളും ബിദ്അത്തിന്റെ അഹ്ലുകാരാണ്. മൊത്തം 12 വിഭാഗമാണ് ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്നത്. അതിൽ ഒരു വിഭാഗം, അത് ഇസ്ലാമിന്റെ ശരീഅത്തിനേക്ക് അനുസൃതമായിട്ടാണ് അവന്റെ സരണി മുന്നോട്ട് ഗമിച്ചിട്ടുള്ളത് എങ്കിൽ അവൻ ആരാണ്? സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവനാണ്. നോക്കാം ആരൊക്കെയാണ് യഥാർത്ഥ അഹ്ലുസുന്നത്തിൽ പെടാത്ത സൂഫികൾ ആരൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സൂഫി വര്യന്മാരുടെ അണികളിൽ അല്ലാഹു നമുക്ക് ചേരാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ശരീഅത്തിനേക്ക് എതിരായി പ്രവർത്തിക്കുന്ന സർവ്വ കാപട്യന്മാരായ സൂഫികളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാം എന്തെങ്കിലും ഒരു അത്ഭുതത്തിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഈ സൂഫിസത്തിന്റെ യഥാർത്ഥ മാർഗത്തിൽ നാം വ്യതിചലിക്കേണ്ട ഒരു അവസ്ഥ
മാറിപ്പോകും. അപ്പൊ ശരീഅത്തിനെ കുറിച്ച് വ്യക്തമായ ഒരു ബോധം നമ്മിൽ ഉണ്ട് എങ്കിൽ ഒരിക്കലും ഈ ഒരു ബിദ്അത്തിന്റെ ആയിരിക്കുന്ന പക്ഷത്തിലേക്ക് നമുക്ക് പോകേണ്ട ഒരു അവസ്ഥ വരില്ല. ആരൊക്കെയാണ് ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅ അല്ലാത്ത മറ്റു 11 വിഭാഗം? ഒന്ന്, ഇമാമുന അഹ്മദു സുറൂഖ് റഹിമഹുല്ലാഹ് അവിടുന്ന് ഖവായിദു തസവ്വുഫിൽ രേഖപ്പെടുത്തിയിട്ട് കാണാം. ഒന്ന് അൽ ഖലൂലിയ, ഒന്നാമത്തെ വിഭാഗം ആരാണ്? ഖലൂലിയ വിഭാഗമാണ്. അവരുടെ വാദം എന്താണ്? അന്നളുറു ഇലാ ബദനിൽ ജമീൽ, അവരുടെ വീക്ഷണം മുഴുവനും ഏറ്റവും നല്ല ഭംഗിയായ ഒരു ശരീരത്തിലേക്കാണ്. ഭംഗിയായ ഒരു ശരീരത്തിലേക്ക് അവർ നോക്കി ആ ഭംഗിയായിരിക്കുന്ന ഒരു ശരീരത്തിലേക്ക് മാത്രം ആകർഷിച്ചുകൊണ്ട് അതിലിങ്ങനെ രൂപപ്പെടുത്തിയിട്ട് പടച്ചവനെ കാണുന്ന ഒരു സ്വഭാവം. അത് ആണായാലും കുഴപ്പമില്ല, പെണ്ണായാലും കുഴപ്പമില്ല, മറ്റു ഇതര ജീവവസ്തുക്കളായാലും കുഴപ്പമില്ല. അവർ എന്ത് തൊട്ടോ അവർ എന്ത് ചെയ്തോ അതൊക്കെ അവർക്കത് ഹലാലാണ്. അത് ഇസ്ലാമിന്റെ മാനദണ്ഡങ്ങൾ നോക്കാറില്ല, ഇസ്ലാമിന്റെ റൂൾസുകളൊന്നും അവരെന്ത് ചെയ്യുന്നില്ല, കീപ്പ് ചെയ്യുന്നില്ല. ഒന്നാമത്തെ വിഭാഗം അൽ ഖലൂലിയ. രണ്ടാമത്തെ സൂഫിസത്തിന്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അൽ ഹാലിയ. ഹാലിയ വിഭാഗമാണ്. ആരാണ് ഹാലിയ? അവരുടെ വാദഗതികൾ എന്താണ്? ഇൻഷാ അല്ലാഹ് ചെറിയ രീതിയിൽ നമുക്ക് പരിചയപ്പെടാം. യഖൂലൂന, അവരുടെ വാദം എന്ന് പറയുന്നത് അവരവരുടേതായിരിക്കുന്ന ഷെയ്ഖിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ ലാ യുഅബ്ബറു അൻഹു, ഒരു പരിഗണന അവർക്ക് കൊടുക്കൂല. അവരവരുടേതായിരിക്കുന്ന വ്യക്തിഗതകൾ മാത്രം ഒരു ഉന്നയിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അവരവരുടേതായിരിക്കുന്ന ശരീരത്തിലേക്ക് വല്ല സമ്മാനങ്ങൾ അല്ലെങ്കിൽ ഹദിയ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ടീമായി. അത് ഇസ്ലാമിൽ പെട്ടതാണോ പെടാത്തതാണോ, റൂൾസ് യഥാർത്ഥത്തിലുണ്ടോ, അത് ഹലാലാണോ ഹറാമാണോ, ആ ഒരു വിഷയം അവർ അത് ചിന്തിക്കില്ല. അങ്ങനത്തെ ഒരു വിഭാഗം ആളുകൾ അത് ബിദ്അത്തിന്റെ അഹ്ലുകാരാണ്. ലൈസ ഫി സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സുന്നത്തിനോട് യാതൊരു ടച്ചും യാതൊരു ബന്ധവും അവർക്കില്ല. ഏതെങ്കിലും ഒരു വിഷയം റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനോട് മുഖം എതിര് പ്രകടിപ്പിക്കുകയാണ് പലതും ചെയ്തിരുന്നത്. ഇരിക്കട്ടെ. അപ്പൊ ഒന്ന് ഖലൂലിയ, രണ്ട് ഹാലിയ, മൂന്നാമത്തെ വിഭാഗം അൽ ഔലിയാഇയ. ഔലിയാഇയ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അതും സൂഫിസത്തിൽപ്പെട്ട ഒരു വിഭാഗം എന്ന് വാദിക്കുന്ന ആളുകളാണ്. എന്താണ് അവരുടെ സുന്നത്ത് ജമാഅത്തായിരിക്കുന്ന നമ്മൾ തമ്മിലുണ്ടാകുന്ന വ്യത്യാസം എന്താണ്? അവർ വാദിക്കുന്നത് ഇദാ വസ്വലൽ അബ്ദു ഇലാ മർതബത്തിൽ ഔലിയാഇ, ഔലിയ എന്ന ഒരു സ്റ്റേജിലേക്ക് ഒരു അടിമ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ സർവ്വ ശരീഅത്തിന്റെ റൂൾസും അവരങ്ങോട്ട് തള്ളിക്കളയാം. നമുക്കിതിനെ കുറിച്ച് ഇമാം ഖസ്സലാനിയുടെ ഒരു കിതാബിൽ നോക്കിയാൽ ഒരു സംഭവം കാണാം. അതുപോലെ തന്നെ ഇബ്നു മാജിയുടെ ഒരു ഷറഹിലും ഒരു വിഷയ സംഭവം ഉദ്ധരിച്ചതായിട്ട് കാണാം. മഹാനായിരിക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഇതുപോലൊരു സംഭവം നടന്നതായ വിഷയങ്ങൾ രേഖപ്പെടുത്തിയിട്ട് കാണാം. അതിനേക്കാളും ഏറ്റവും നമുക്കൊരു ഉപമ പറയുകയാണെങ്കിൽ മഹാനായിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസിലേക്ക് അല്ലെങ്കിൽ ആ പള്ളിയിലേക്ക് ഒരു വലിയ ഇങ്ങനെ കടന്നു വരിക. ളുഹ്റിനിക്ക് ബാങ്ക് കൊടുത്തു. ആ വലിയ ഇവിടെ കടന്ന് ഇങ്ങനെ ദിക്ർ ചൊല്ലുക. ബാങ്ക് കൊടുത്തു, ഇഖാമത്തും കൊടുത്തു, നിസ്കാരത്തിലേക്ക് എല്ലാവരും വന്നു. അപ്പോഴും ഈ മനുഷ്യൻ അവിടെ നിന്ന് ഇങ്ങനെ ദിക്ർ ചൊല്ലുക. നിസ്കാരം കൊഴിഞ്ഞു, അപ്പോഴും ഇയാൾക്ക് ഒരു കൂശുമില്ല. സുബ്ഹാനല്ലാഹ്, അസറിന്റെ സമയമെത്തി, അസർ ബാങ്ക് കൊടുക്കുന്നു, ഇയാൾ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ദിക്ർ ചൊല്ലുകയാണ്. അസറിന്റെ ഇഖാമത്തും തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അയാൾ അവിടെ എണീക്കുന്ന പ്രശ്നമേ ഇല്ല. അങ്ങനെ മഗ്രിബിന്റെ സമയമെത്തിയപ്പോൾ ഇതെല്ലാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇത്ര നേരം ഞാൻ നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എന്തേ ളുഹർ നിസ്കരിച്ചില്ല, അസർ നിസ്കരിച്ചില്ല, ജമാഅത്തിന്റെ സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ബാങ്കിനിക്കും ഇഖാമത്തിനും ഇവിടെ ഹാജരായിരുന്നു, പിന്നെ എന്തേ നിങ്ങൾ ജമാഅത്തിനൊന്നും പങ്കെടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അവിടെ നിന്ന് പറയാ, ഞാൻ അള്ളാഹുവിന്റെ വലിയാണ്. ഉടൻ മഹാനവർകൾ പറഞ്ഞു, അള്ളാഹുവിന്റെ വലിയൊക്കെ അള്ളാന്റെ അടുത്ത്, ഇത് ഉമറിന്റെ ഭരണം നടക്കുന്ന ഉമറിന്റെ നാടാണ്, അടുത്ത ജമാഅത്തിന് നിങ്ങൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കഴുത്തിൽ തലയുണ്ടാവില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഔലിയാഇന്റെ മർത്തബിൽ എത്തിക്കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ശരീഅത്തെല്ലാം പാടെ വലിച്ചെറിയുന്ന ചില സ്വഭാവമുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിഭാഗത്തിൽപ്പെട്ടവരെ അല്ല എന്ന് പറഞ്ഞത് ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റഹ്മഹുല്ലാഹ്. തെളിവ് ശറഹുർ റിസാലയിൽ ഖുശൈരി ഇമാമിന്റെ 7ാം വോള്യം 12ാമത്തെ പേജിൽ നോക്കിയാൽ കാണാം. ഇരിക്കട്ടെ. ഇതിനെ കുറിച്ചുകൊണ്ട് വീണ്ടും അവർ പറയുന്നതായിട്ട് കാണാം, വയഖൂലൂനൽ വലിയ്യു അഫ്ളലു മിനൻ നബിയ്യ്, അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരെക്കാളും ശ്രേഷ്ഠത ഞങ്ങൾ വലിയകൾക്കാണ്.
ഔലിയാക്കന്മാർക്കാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കാരണം എന്താ? അവര് ഉന്നയിക്കുന്ന വാദം കാരണം ഒരു നബിക്ക് അറിവ് കിട്ടണമെങ്കിൽ ജിബ്രീലിന്റെ മാർഗത്തിലൂടെയാണ്, എന്നാൽ വലിയനിക്ക് ജിബ്രീലിന്റെ മാർഗത്തിലൂടെയല്ലല്ലോ. ഇതിനെ കുറിച്ചുകൊണ്ട് ഇമാം പറയുന്നു, ഏറ്റവും മോശമായ ഒരു തോട്ട്സ് ആണ്, ഏറ്റവും മോശമായ ഒരു ചിന്താഗതിയാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിശ്വാസവുമായി കൊണ്ട് അവർ അവരുടെ സൂഫിസത്തിൽ പോയി കഴിഞ്ഞാൽ അവർ നശിക്കപ്പെട്ട നാശത്തിന്റെ അഖിലുകാരാണ് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞായിട്ട് കാണാം. പോരാ വഹാദ കുഫുറുൻ അയ്യാ, അവർ കുഫുറിന്റെ സവിധത്തിലേക്ക് വരെ എത്തും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നാലാമത്തെ വിഭാഗമാരാണ് അശ്ശംറാനിയ. സൂഫിസത്തിലുള്ള നാലാമത്തെ ആളുകൾ എന്ന് പറയുന്നത് അസ്സുഹ്ബത്തുൻ ഖദീമ, പുരാതനവുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അവര് എങ്ങനെ പറയാനുള്ള കാരണം, പുരാതനവുമായി ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ യസ്ഖുതു അംറു വന്നഹി, നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും മോശമായിരിക്കുന്ന ഒരു കാര്യത്തെ വിരോധിക്കാൻ വേണ്ടി പറയുക എന്ന വിഷയം അവരിൽ ഉണ്ടാവൂല. അവരെന്ത് തൊട്ടോ ആ വിഷയമൊക്കെ അവർക്ക് ഹലാലാണ്. അത് കള്ളാണെങ്കിലും ശരി, വേറെ വല്ല കഞ്ചാവാണെങ്കിലും ശരി, എന്താണെങ്കിലും അവരെന്ത് തൊട്ടത് അവർക്കൊക്കെ ഹലാലാണ്. അവർക്ക് അംറു വന്നഹി എന്നുള്ള വിഷയം അവരില്ല. വലാ ഹലാല ബൈനഹും മിൻ ജിഹത്തിൻ നിസാ, പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കാം, യാതൊരു കുഴപ്പമില്ല. അതിനെന്താ? ആ ഒരു ടീമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വഹും കുഫാറും വദമ്മിഹിം ഹലാൽ എന്നെല്ലാം ഇമാമിങ്ങളുടെ കിതാബുകൾ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. മറ്റൊരു വിഭാഗമാണ് ശംറാനിയ. അഞ്ചാമത്തെ വിഭാഗം അൽ ഹുബ്ബിയ. അവരാരാം? അവരുടെ വാദഗതികൾ എന്താണ്? ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ട് കാണാം, ഇദാ വസ്സലൽ അബ്ദു ഇല ദറജത്തിൽ മഹബ്ബ സഖത അൻഹു തകാലിഫു ശർഅ. സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഗാധമായിരിക്കുന്ന ഒരു പ്രണയം അവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇസ്ലാമിന്റെ ഒരു റൂൾസ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഏതിലേക്കാണോ അവരുടെ അഗാധമായ ഒരു പ്രണയം വന്നിരിക്കുന്നത്, മിൻ ഷൈൻ, ഏത് വസ്തുവാണോ ആ വസ്തു. മറ്റൊരു വിഭാഗം അൽ ഹൂരിയ. അത് മുമ്പ് പറഞ്ഞ ഹാലിയ വിഭാഗത്തിൽ പോലെ തന്നെയാണ്. പക്ഷേ ഇവർ തൊള്ള തുറന്നാൽ ഇവർക്ക് നുണ പറയാം. കദിബ് ഇവർക്ക് ഹലാല. നുണ പറയാ എന്നുള്ള വിഷയം ഇവർക്ക് അനുവദനീയമാണ്. അങ്ങനത്തെ ഒരു വിഭാഗമായതുകൊണ്ടാണ് ഈ വിഭാഗം ആളുകൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയിൽ നിന്ന് എതിരായി വരാനുമുള്ള കാരണം. ഏഴാമത്തെ വിഭാഗം അൽ ഇബാഹിയ. ഇബാഹിയ എന്ന് പറഞ്ഞാൽ മുമ്പ് ഏകദേശം ഇതിനെ കുറിച്ച് ഒരു ശംറാനി വിഭാഗത്തെ കുറിച്ച് പറഞ്ഞതുപോലെയാണ്. അവർ നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുക എന്നുള്ള വിഷയം അവർ തീരെ ഉണ്ടാവൂല. മോശമായ ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് തടുക്കുന്ന ഒരു സ്വഭാവം ഇവർക്കില്ല. അത് മാത്രമല്ല വയുഹല്ലൂനൽ ഹറാമ, ഇസ്ലാം എന്ത് ഹറാമാക്കി അതൊക്കെ ഇവർ ഹലാലാക്കും. പോരാ വയുബീഹൂനൻ നിസാഅ, ഇവർ നല്ല മ്യൂസിക് ആയിരിക്കുന്ന പാട്ടൊക്കെ വെച്ചുകൊണ്ട് അതിലിങ്ങനെ ലഹരി പൂഴുന്ന ചെറിയ വിഭാഗമാണ്. എന്നിട്ട് ഞങ്ങളാണ് വലിയ സൂഫികൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗം. എട്ടാമത്തെ വിഭാഗം അൽ മുതക്കാസില. മുതക്കാസില എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ സുഖത്തിന്റെ പിന്നാലെ പോകുന്ന സൂഫികൾ. അവരെന്താഗ്രഹിക്കുന്നു അവർക്കത് കിട്ടണം. എന്നാൽ ആഖിറത്തെ കുറിച്ച് ഒരു ചിന്താഗതിയും അവരിലില്ല. വലിയ വലിയ വീട്, ബംഗ്ലാവ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് അടിപൊളി വിഷയങ്ങളുള്ള കാറുകള്, ചുളിയാത്ത അല്ലെങ്കിൽ തളരാത്തതായിരിക്കുന്ന വസ്ത്രങ്ങൾ, ഇങ്ങനെയൊക്കെ നടക്കുന്ന ആളുകൾ. 9 അൽ മുതജാഹില. മുതജാഹില എന്ന് പറഞ്ഞാൽ യൽബസൂന ലിബാസുൽ ഫിസാഖ്, മോശമായ തെമ്മാടിത്തരത്തിൻ്റെതൊക്കെ വസ്ത്രങ്ങൾ അണിയുന്ന ആളുകളാണ്. കുളിക്കില്ല, നനയ്ക്കില്ല, വല്ല കീറ തുണി ഉടുത്തിട്ട് ഞാൻ വലിയ സൂഫിസത്തിന്റെ ആളാണ്, സൂഫിയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഇസ്ലാം ഏറ്റവും പ്രാമുഖ്യം വെച്ചിരിക്കുന്ന ഒരു വിഷയമാണ് നളാഫ, തുഹൂർ പറഞ്ഞ വിഷയങ്ങളൊക്കെ. ഇവർ അതിൽ തീരെ ഉണ്ടാവൂല. ഇവൻ 10 ദിവസം പല്ല് വെച്ചില്ലെങ്കിൽ ഇവനാണ് വലിയ സൂഫി, ഇവൻ 7 കുളിച്ചിട്ടില്ലെങ്കിൽ ഇവൻ വലിയ ഷെയ്ഖാണ്, അങ്ങനെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ. അവർ മുത്തജാഹിലായ ആളുകളാണ്. ഖുർആൻ അവരെ കുറിച്ച് തന്നെ പറഞ്ഞില്ലേ, വലാ തർകുനുലല്ലദീന ളലമു മൻ തശബ്ബഹു ബിഖൗമിൻ ഫഹുവ മിൻഹും. അതിനെ കുറിച്ചുകൊണ്ടാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇതിനെ തഫ്സീർ ചെയ്തത്. ആരെ ആ ഒരു വിഭാഗത്തെ അംഗീകരിച്ചുകൊണ്ട് നടക്കുന്നുവോ അവനും അതിൽപ്പെട്ടതാണ്. ഇരിക്കട്ടെ, 10ാമത്തെ വിഭാഗം അൽ വാഫിഖിയ. വാഫിഖിയ എന്ന് പറഞ്ഞാൽ ലാ യഅരിഫുല്ലാഹു ഗൈറല്ലാഹ്, അല്ലാത്ത ഒരു അല്ലാഹനെ അവർക്ക് മനസ്സിലാക്കൂല. എന്ന് വെച്ചാൽ എന്താ? തറഖു തലബുൽ മഅരിഫ, യഥാർത്ഥ മഅരിഫത്തിന്റെ ഇൽമിനെ അവർ ഒഴിവാക്കിയിട്ട് ലാഹിറിൽ മാത്രം പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ഇന്നത് വളരെ റയറാണ്. കേരളത്തിൽ തീരെയില്ല. അവരെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഛത്തീസ്ഗഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പച്ച കൊടിയും വെച്ചുകൊണ്ട് ഒരു മുട്ട വരെ ജുബ്ബിയിട്ട് പച്ചന്റെ ഫാന്റ് വിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കും.
അങ്ങനത്തെ ഒരു വിഭാഗം. അവർക്ക് അള്ളാഹുവിനെ കുറിച്ചോ അല്ലെങ്കിൽ മഅരിഫത്തിന്റെ ഇൽമിനെ കുറിച്ച് യാതൊരു ബോധവും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ അള്ളാഹുവിന്റെ ആൾക്കാരാണ്. അതിലൊരു വിഭാഗം ഒരാളാണ് അബ്ദുർ റഊഫുൽ ഖാൻ എന്ന് പറയുന്ന ആളുടെ ഒരു ഉറുദു കിതാബുണ്ട്. അതിലവരെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ മനസ്സിലാണ്. മാത്രമല്ല പടച്ചോൻ ഞങ്ങളുടെ അടുക്കൽ എപ്പോഴും വരാറുണ്ട്. ഞങ്ങളുടെ ദിവസവും രാത്രി വന്നുകൊണ്ട് നിങ്ങളുടെ പാതയാണ് യഥാർത്ഥ റൂട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം. 11 അവസാനത്തത് അൽ ഇൽഹാമിയ. ഇൽഹാമിയ എന്ന് പറയുന്ന വിഭാഗമാണ്. യത്റുകൂനൽ ഇൽമ, അവർ യഥാർത്ഥ വിജ്ഞാനങ്ങളെ ഒഴിവാക്കുകയും ഹുക്കമാക്കളാകുന്ന വിധികർത്താക്കന്മാരെ മാത്രം ഫോളോ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. എന്നാൽ ഖുർആനിൻ്റെതായിരിക്കുന്ന വിഷയങ്ങൾ അവർ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഹദീസിനെ കുറിച്ച് മനസ്സിലാക്കാനോ മുത്തുനബിയെ സ്വഹാബത്തുൽ കിറാമിനെ കുറിച്ച് പഠിക്കാൻ അവരില്ല. മറിച്ച് ഞങ്ങളുടെ അമറാക്കളാകുന്ന അല്ലെങ്കിൽ ഹുക്കമാക്കളാകുന്ന ആളുകൾ എന്താണോ കൽപ്പിക്കുന്നത് അവരെ മാത്രം ഫോളോ ചെയ്യുന്നു. സത്യവസ്ഥയിലേക്ക് തിരിഞ്ഞു നോക്കാൻ അവർക്ക് പറ്റില്ല, അവർ കഴിയുകയില്ല, അവർ അത് അംഗീകരിക്കുകയുമില്ല. ഇസ്ലാമിൻ്റെതായിരിക്കുന്ന സർവ്വ ഷിആറുകളെയും നിരുത്സാഹനപ്പെടുത്തുകയും അതിനെ ഇൻസൾട്ട് ചെയ്യുന്ന വിഭാഗം കൂടിയാണ്. ഇന്ന് പല ആളുകളും ആത്മീയമായിരിക്കുന്ന ചൂഷണത്തിനിക്ക് ഇരയാകുന്നത് ഇത്തരത്തിലുള്ള വിഭാഗമായ ആളുകൾപ്പെട്ടാണ്. അല്ലാഹു കള്ളന്മാരെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ സൂഫിസത്തിൽ, അതായത് സുന്നിയൂൻ എന്ന വിഭാഗത്തിൽ പെടാനും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. യഥാർത്ഥ ശരീരത്തിന്റെ ഇച്ഛകളെ ഫോളോ ചെയ്തുകൊണ്ട് ദുനിയാവിനെ മാത്രം അല്ലെങ്കിൽ ദുനിയാവിന്റെ എന്തെങ്കിലും സുഖാനുഭൂതികൾക്ക് വേണ്ടി ഇസ്ലാമിനെ വിൽക്കുന്ന ഒരു പറ്റം ആളുകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.